ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. എനിക്ക് ഇന്നലെ ഒരു 2 അനുഭവമുണ്ടായി. ഒരു അല്പം ബാഡായിട്ടുള്ളൊരു അനുഭവമാണ്. വേറൊന്നുമല്ല, ഞാൻ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബാഗൊക്കെ തൂക്കിയാണ് പോയിരുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ത്രീകളുടെ സീറ്റിലല്ല, ബസ്സിൽ തന്നെ റൈറ്റ് സൈഡ് ഒരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ബാക്കി ലേഡീസുകൾ ഫ്രണ്ടിലോട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ സീറ്റുകളൊക്കെ 1, 2 ആൾക്കാരൊക്കെ വീതമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ആരുമില്ലാത്ത സീറ്റിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു അല്പം പ്രായമായുള്ളൊരു ഒരു ആൻറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, "ഒന്ന് എണീറ്റ് തരുമോ ഒന്ന്?" അല്പം ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തിൽ, "ഒന്ന് എണീറ്റ് തരുമോ?" ഞാൻ പറഞ്ഞു, "എന്ത് പറ്റി?" "അത് എനിക്കിവിടെ ഇരിക്കണം." ഞാൻ പറഞ്ഞു, "ലേഡീസിന് അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ സീറ്റുണ്ടല്ലോ, അവിടെ പോയി ഇരിക്കെ." "അല്ല, എനിക്കിവിടെ തന്നെ ഇരിക്കണം, നിങ്ങൾക്ക് അപ്പുറത്ത് പോയി ഇരുന്നൂടെയെന്ന്." അത്രയും സീറ്റുകൾ ഒഴിഞ്ഞ് കിടന്നിട്ട് അവർക്ക് അവിടെ ഒന്നും ഇരിക്കാൻ വയ്യ, എന്നെ എണീപ്പിച്ചിട്ടേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് എണീക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കും, നിങ്ങളവിടെ വേണമെങ്കിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അവസാനം അവർ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അവിടെ പോയി ഇരുന്നു. പിന്നെ അടുത്ത് വേറൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതേ ബസ്സിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, ട്രിവാൻഡ്രത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ലേഡി ഇങ്ങനെ വന്ന് ബാക്കിൽ കിടന്ന് തള്ളുന്നുണ്ട്. അത് വേറൊരു ലേഡിയാണ്. അവർക്ക് ഇറങ്ങാൻ അപ്പം ഞാൻ പറഞ്ഞ്, "ആൻറ്റി, ഞാനും ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്, നിങ്ങളിങ്ങനെ തകർന്ന് തല്ലല്ലേ. ഇനി അവസാനം നാളെ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇനി പറയും നിങ്ങളെ ദേഹത്ത് ബാഗ് കൊണ്ട് ഉരച്ചെന്നൊക്കെ പറയും." അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറയുകയാണ്, "മക്കളെ, എല്ലാവരെയും ഇങ്ങനെ കാണരുത്. കാരണം ഇങ്ങനെ എല്ലാവർക്കും അപമാനമാണ്, ഞങ്ങൾക്കെല്ലാം അപമാനമാണ്. അവൾ കാരണം നമുക്കിപ്പം ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്." എന്നിട്ട് സ്റ്റോപ്പ് എത്തി, ഞങ്ങൾ ഇറങ്ങി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഒരാൾ നടന്നു വന്നിട്ട് ചോദിക്കുന്നത്, "വ്ളോഗറാണോ?" ഞാൻ പറഞ്ഞു, "അതെ, എന്ത് പറ്റി?" "അല്ല, ഇങ്ങനെയുള്ള നല്ല ആൾക്കാർ വേണം മക്കളെ." ഒരു മാമനാണ് വന്ന് പറഞ്ഞത് കേട്ടോ, "നല്ല ആൾക്കാർ വേണം, ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് മോൻ സംസാരിക്കുന്നത്, നല്ലൊരു കാര്യമാണ്." ഞാൻ പിന്നെ താങ്ക് യു ഒക്കെ പറഞ്ഞ് മാമനൊരു ഷേക്കൻഡ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗണേഷ് കുമാർ സാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി. എല്ലാ ബസ്സുകളിലും സ്ത്രീകൾ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കാതെ അവർ ഓപ്പോസിറ്റ് സൈഡും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കുറേ മാമന്മാർ, വയ്യാത്ത ആൾക്കാർ, അപ്പൂപ്പന്മാർ എല്ലാവരൊക്കെ നിന്നൊക്കെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേഡീസിൻ്റെ അവിടെ ചെന്ന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പുറത്തെ സൈഡ്, ലെഫ്റ്റ് സൈഡ് സീറ്റുകളെല്ലാം പുരുഷന്മാരെന്നും കൂടെ എഴുതണം. ബസ്സിൽ പുരുഷന്മാരെന്നും കൂടെ സീറ്റുകളിൽ എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് പറയാനുണ്ട് സാറിനോട്. എല്ലാ പുരുഷന്മാർക്ക് വേണ്ടി ആ ഒരു ആഗ്രഹം, ആ ഒരു കാര്യം സാധിപ്പിച്ച് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.